3 മുതൽ 4 വരെ ഡിഗ്രി ചൂട് കൂടാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ ഈ 12 ജില്ലകളിലും യെല്ലോ അലർട്ട്, ഈ ചൂട് ഇങ്ങനെ തന്നെ തുടരുമെന്നാണോ കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്? തീർച്ചയായും സിജു, കഴിഞ്ഞ ദിവസം വരെയുള്ള മുന്നറിയിപ്പുകളിൽ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരുമെന്ന ഒരു മുന്നറിയിപ്പായിരുന്നു നൽകിയിരുന്നത്. എങ്കിൽ ഇന്ന് അല്പസമയം മുൻപ് വന്ന മുന്നറിയിപ്പിൽ 3 മുതൽ 4 ഡിഗ്രി വരെ താപനില ഉയരുമെന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം 12 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ പറയുന്നത് പോലെ പാലക്കാട് ജില്ലയിലെല്ലാം 40 ഡിഗ്രിയിലധികം ഈ ഉയർന്ന താപനിലയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിനെല്ലാം മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും ഒക്കെ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്കറിയാം, കൊടയില്ലാതെയോ അല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ കുടിക്കാതെയോ ഒന്നും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ആളുകൾക്കുള്ളത്. 11 മുതൽ 3 മണി വരെ പുറത്തിറങ്ങരുതെന്ന മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അതൊരു എത്രത്തോളം പ്രാബല്യത്തിൽ സാധാരണക്കാർക്ക് നടക്കുമെന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് പോലീസുകാരൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് പറയുന്ന ഒരു അവസ്ഥ കൂടെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ കൊട പിടിക്കാൻ പോലും കഴിയാതെയാണ് പലരും ഈ ജോലിയെല്ലാം ചെയ്യുന്നത്. പല കടകൾക്ക് മുന്നിലും മോരുവെള്ളം സൗജന്യമായി നൽകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ഈ ചൂടിനെ പ്രതിരോധിക്കുക എന്നുള്ളത് കൂട്ടായി നടത്തുന്നൊരു പ്രവർത്തനമായി കൂടെ നമുക്ക് കാണേണ്ടതുണ്ട്. അവിടെയാണ് ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും ഒക്കെ കൃത്യമായ മുൻകരുതലുകൾ എടുക്കുന്നത്. കൃത്യമായി ഈ ശീതളപാനീയങ്ങൾ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഇപ്പോൾ ശീതളപാനീയങ്ങൾ തന്നെയാണ്. ഒരു പക്ഷേ ഭക്ഷണത്തെക്കാൾ അധികം ആളുകൾ വെള്ളം കുടിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരം കടകളിലെല്ലാം തന്നെ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാനും കൃത്യമായി പരിശോധന നടത്താനും ഒക്കെ ഭക്ഷ്യവകുപ്പ് പരിശോധനകൾ നടത്തുന്നുണ്ട്. അത്തരത്തിൽ മുൻകരുതലുകൾ എടുക്കുന്നുണ്ട് ഇക്കാര്യങ്ങളിലെല്ലാം. ഇനിയും ഈ ചൂട് ഉയരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. പക്ഷേ അപ്പോഴും നേരിയ മഴയ്ക്ക് സംസ്ഥാനങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കുള്ള ഒരു സാധ്യത കൂടെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുമാത്രമാണ് ഒരു ആശ്വാസ മഴയായി അല്ലെങ്കിൽ ഒരു ആശ്വാസ വാർത്തയായി ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് പറയാനുള്ളത് സിജു.